വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള കോമൺ ഡിസീസ് ഓഫ് ഐ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ബിറ്റ്വീൻ ഓപ്ഷൻസ് എ റെറ്റിന ആൻഡ് കൊറോയിഡ്, ബി പിഗ്മെൻറ്റ് എപ്പിത്തീലിയം ആൻഡ് റെസ്റ്റ് ഓഫ് റെറ്റിന, സി ഇൻറ്റേർണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ ആൻഡ് റെസ്റ്റ് ഓഫ് റെറ്റിന, ഡി ഔട്ടർ ന്യൂക്ലിയർ ലെയർ ആൻഡ് ഇന്നർ ന്യൂക്ലിയർ ലെയർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പിഗ്മെൻറ്റ് എപ്പിത്തീലിയത്തിൻ്റെയും ബാക്കിയുള്ള റെറ്റിനെ നമ്മൾ ന്യൂറോ സെൻസറി റെറ്റിന എന്നാണ് പറയാം. ആ ഒരു പാർട്ടിൻ്റെ ഇടയിലാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കേസിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് CRAO. ഓപ്ഷൻസ് എ എംബോളിസം, ബി ആൻജിയോസ്പാസം, സി റെറ്റിനൽ ആർട്ടറൈറ്റിസ്, ഡി റൈസ്ഡ് IOP. കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ CRAO ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ആ ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു മോസ്റ്റ് കോമൺ കോസ് ഓഫ് CRAO എന്ന് പറയുന്നത് എംബോളിസം ആണ്. ബാക്കി എല്ലാം കോസസ് തന്നെയാണ്, പക്ഷേ എംബോളിസം ആണ് മോസ്റ്റ് കോമൺ കോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ CRAO പേഷ്യൻ്റ് മേ കംപ്ലൈൻറ്റ്. ഓപ്ഷൻസ് എ സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ, ബി ഗ്രാജുവൽ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ, സി സഡൻ പെയിൻഫുൾ ലോസ് ഓഫ് വിഷൻ, ഡി നൺ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ ആണ് പേഷ്യൻസ് കംപ്ലൈൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാറ്റിൽ ട്രക്ക് അപ്പിയറൻസ് ഈസ് സീൻ ഇൻ. ഓപ്ഷൻസ് എ CRAO, ബി CRVO, സി BRVO, ഡി ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? ഓപ്ഷൻ എ CRAO ആണ്. ക്യാറ്റിൽ ട്രക്ക് അപ്പിയറൻസ്, അതുപോലെ ചെറിയ റെഡ് സ്പോട്ട്, ഇതൊക്കെ CRAOയുടെ മോസ്റ്റ് കോമൺ ഫീച്ചേഴ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിയോവാസ്കുലർ ഗ്ലോക്കോമ ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ്. ഓപ്ഷൻസ് എ ഡയബറ്റിക് റെറ്റിനോപ്പതി, ബി ഈൽസ് ഡിസീസ്, സി CRVO, ഡി ഓൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ആണ്. ഈ പറഞ്ഞവിടെ എല്ലാം ഒരു കോംപ്ലിക്കേഷനായിട്ട് നിയോവാസ്കുലർ ഗ്ലോക്കോമ വരുന്നുണ്ട്. നിയോവാസ്കുലർ ഗ്ലോക്കോമ യൂഷ്വലി നമുക്ക് നിയോവാസ്കുലറൈസേഷൻ ഓഫ് ഐറിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഐറിസിൻ്റെ നിയോവാസ്കുലറൈസേഷനെയാണ് നമ്മൾ റുബിയോസിസ് ഐറിഡിസ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഈസ് എ വെരി കോമൺ ഫീച്ചർ ഓഫ് ഡിസീസസ് ലൈക്ക് പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, CRVO, സിക്കിൾ സെൽ റെറ്റിനോപ്പതി, ഈൽസ് ഡിസീസ്, ക്രോണിക് ഇൻട്രാ ഒക്കുലാർ ഇൻഫ്ലമേഷൻസ്, ഇൻട്രാ ഒക്കുലാർ ട്യൂമേഴ്സ്, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, CRAO എക്സെട്ര. ഇതും കൂടെ ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ടൺ വൂൾ സ്പോട്ട്സ് ആർ സീൻ ഇൻ. ഓപ്ഷൻസ് എ ഔട്ടർ ന്യൂക്ലിയർ ലെയർ, ബി ഔട്ടർ പ്ലെക്സിഫോം ലെയർ, സി ഗാംഗ്ലിയോൺ സെൽ ലെയർ, ഡി നെർവ് ഫൈബർ ലെയർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നെർവ് ഫൈബർ ലെയർ ആണ്. നെർവ് ഫൈബർ ലെയറിലാണ് നമുക്ക് കോട്ടൺ വൂൾ സ്പോട്ട്സ് കാണാൻ പറ്റുക. ഹാർഡ് എക്സുഡേറ്റ്സ് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഔട്ടർ പ്ലെക്സിഫോം ലെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സിസ്റ്റോയിഡ് മാക്കുലാർ എഡിമ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ഇൻ. ഓപ്ഷൻസ് എ ഔട്ടർ ന്യൂക്ലിയർ ലെയർ, ബി ഔട്ടർ പ്ലെക്സിഫോം ലെയർ, സി ഗാംഗ്ലിയോൺ സെൽ ലെയർ, ഡി നെർവ് ഫൈബർ ലെയർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഔട്ടർ പ്ലെക്സിഫോം ലെയർ ആണ്. ആക്ച്വലി ഔട്ടർ പ്ലെക്സിഫോം ലെയറിലും ഇന്നർ ന്യൂക്ലിയർ ലെയറിലുമായിട്ടാണ് ഈ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഔട്ടർ പ്ലെക്സിഫോം ലെയറിനെ നമ്മൾ വേറൊരു പേര് വെച്ചുകൂടെ പറയാറുണ്ടായിരുന്നു. നമ്മൾ അനാട്ടമിയുടെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലെയിം ഷേപ്ഡ് ഹെമറേജ് ഒക്കറിൻ. ഓപ്ഷൻസ് എ ഔട്ടർ ന്യൂക്ലിയർ ലെയർ, ബി ഔട്ടർ പ്ലെക്സിഫോം ലെയർ, സി ഗാംഗ്ലിയോൺ സെൽ ലെയർ, ഡി നെർവ് ഫൈബർ ലെയർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നെർവ് ഫൈബർ ലെയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോട്ടൺ വൂൾ സ്പോട്ട്സും നെർവ് ഫൈബർ ലെയറിലാണ് കാണുക. ഫ്ലെയിം ഷേപ്ഡ് ഹെമറേജസും നമുക്ക് നെർവ് ഫൈബർ ലെയറിലാണ് കാണാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് പാത്തോജനിക് സൈൻ അപ്പിയർ ഇൻ ഡയബറ്റിക് റെറ്റിനോപ്പതി ഈസ്. ഓപ്ഷൻസ് എ ഹാർഡ് എക്സുഡേറ്റ്സ്, ബി സോഫ്റ്റ് എക്സുഡേറ്റ്സ്, സി മൈക്രോ അന്യൂറിസം, ഡി ഡോട്ട് ഹെമറേജസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി മൈക്രോ അന്യൂറിസം ആണ്. ബാക്കിയുള്ളവയെല്ലാം ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ സൈൻസ് തന്നെയാണ്, പക്ഷേ ഏറ്റവും ഇയർലിയസ്റ്റ് ആയിട്ട് കാണുന്നത് മൈക്രോ അന്യൂറിസംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ DR സ്ക്രീനിങ് ഇൻ ടൈപ്പ് 1 DM പേഷ്യൻറ്റ് ഫസ്റ്റ് ഫണ്ടസ് എക്സാമിനേഷൻ ഷുഡ് ബി ഡൺ. ഓപ്ഷൻസ് എ അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസിസ്, ബി ആഫ്റ്റർ 2 months, സി ആഫ്റ്റർ 1 year, ഡി ആഫ്റ്റർ 5 years. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആഫ്റ്റർ 5 years ആണ്. ടൈപ്പ് 1 DM എന്ന് പറയുമ്പോൾ അത് ചൈൽഡ്ഹുഡിൽ തന്നെ സ്റ്റാർട്ടാവും. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ജുവനൈൽ ഡയബറ്റിസ് എന്നാണ് പറയുന്നത്. ജുവനൈൽ ഡയബറ്റിസ്. അതുപോലെ തന്നെ അത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്. പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന കേസുകളിലാണ് നമുക്ക് ടൈപ്പ് 1 DM ഉണ്ടാവുക.
ഇത് ലെസ് കോമൺ ആണ്, പക്ഷേ ഇതിൻ്റെ റിസ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂടുതലുമാണ് ടൈപ്പ് 2നെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത്രയും കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ടൈപ്പ് 1 DM പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫണ്ടസ് എക്സാമിനേഷൻ ആഫ്റ്റർ 5 years കഴിഞ്ഞ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ഇൻ ടൈപ്പ് 2 DM patient ഫസ്റ്റ് ഫണ്ടസ് എക്സാമിനേഷൻ ബി ഡൺ. ഓപ്ഷൻസ് എ അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസിസ്, ബി ആഫ്റ്റർ 2 months, സി ആഫ്റ്റർ 1 year, ഡി ആഫ്റ്റർ 5 years. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസിസ് ആണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയബറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ആണ്. ആൻഡ് ഇതിന് അഡൾട്ട് ഓൺസെറ്റ് ഡയബറ്റിസ് എന്നാണ് നമ്മൾ ടൈപ്പ് 2നെ പറയുക. ഇത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ടൈപ്പ് 2 ഡയബറ്റിസ് വരുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ടൈപ്പ് 2 ആണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസിസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീനിങ് കൂടെ നടത്തണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂ റിഗാർഡിംഗ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഓപ്ഷൻസ് എ ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, ബി ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഗ്ലോക്കോമ, സി ഇൻസിഡൻസ് ഇൻക്രീസസ് വിത്ത് ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്, ഡി സീൻ ഓൺലി ഇൻ അൺകൺട്രോൾഡ് ഡയബറ്റിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇൻസിഡൻസ് ഇൻക്രീസസ് വിത്ത് ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. ഓപ്ഷൻ എ എന്താണ്, ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ സീൻ ഓൺലി ഇൻ അൺകൺട്രോൾഡ് ഡയബറ്റിസ് എന്നും പറയാൻ പാടില്ല. അൺകൺട്രോൾഡ് ഡയബറ്റിസിലൊക്കെ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതിക്കുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ അൺകൺട്രോൾഡ് ഡയബറ്റിസിൽ മാത്രമേ കാണുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, FFA സൈൻ സീൻ ഇൻ സെൻട്രൽ സെറസ് കോറിയോ റെറ്റിനോപ്പതി. ഓപ്ഷൻസ് എ ഇങ്ക് ബ്ലോട്ട് പാറ്റേൺ, ബി സ്മോക്ക് സ്റ്റോക്ക് പാറ്റേൺ, സി ഫ്ലവർ പെറ്റൽ അപ്പിയറൻസ്, ഡി എ ആൻഡ് ബി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എ ആൻഡ് ബി ആണ്. നമുക്ക് സെൻട്രൽ സെറസ് കോറിയോ റെറ്റിനോപ്പതിയുടെ കേസിൽ FFA സൈനായിട്ട് ഇങ്ക് ബ്ലോട്ട് പാറ്റേണും അതുപോലെ തന്നെ സ്മോക്ക് സ്റ്റോക്ക് പാറ്റേണും കാണാൻ പറ്റും. ഫ്ലവർ പെറ്റൽ അപ്പിയറൻസ് കാണുന്നത് ഏത് കേസിലാണ്? അത് സിസ്റ്റോയിഡ് മാക്കുലാർ എഡിമയുടെ കേസിലാണ് നമുക്ക് ഫ്ലവർ പെറ്റൽ അപ്പിയറൻസ് FFA സൈനായിട്ട് കാണാൻ പറ്റുക. ബാക്കി ഇങ്ക് ബ്ലോട്ട് പാറ്റേണും സ്മോക്ക് സ്റ്റോക്ക് പാറ്റേണും നമുക്ക് സെൻട്രൽ സെറസ് കോറിയോ റെറ്റിനോപ്പതിയുടെ കേസിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, FFA സൈൻ സീൻ ഇൻ സിസ്റ്റോയിഡ് മാക്കുലാർ എഡിമ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓപ്ഷൻ സി ഫ്ലവർ പെറ്റൽ അപ്പിയറൻസ് ആണ് കാണാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ FFA യൂഷ്വലി ദ ഡൈ ഈസ് ഇൻജെക്റ്റഡ് ഇൻ ടു. ഓപ്ഷൻസ് എ പോപ്ലിയറ്റിയൽ വെയിൻ, ബി ആൻറ്റിക്യൂബിറ്റൽ വെയിൻ, സി സബ് ക്ലേവിയൻ വെയിൻ, ഡി ഫിമോറൽ വെയിൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആൻറ്റിക്യൂബിറ്റൽ വെയിനിലേക്കാണ് നമ്മൾ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് FFAയുടെ കേസുകളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പോഫ്ലൂറസെൻസ് ഈസ് സീൻ ഇൻ ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ ബ്ലോക്ക് ഫ്ലൂറസീൻ, ബി ലീക്കേജ് ഓഫ് ഡൈ, സി ബ്ലോക്ക്ഡ് റെറ്റിനൽ ഓർ കൊറോയിഡൽ സർക്കുലേഷൻ, ഡി ലോസ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ള എല്ലാ കേസുകളിലും ബ്ലോക്ക് ഫ്ലൂറസീൻ, അതുപോലെ ബ്ലോക്ക്ഡ് റെറ്റിനൽ ഓർ കൊറോയിഡൽ സർക്കുലേഷൻ, ലോസ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ, ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഹൈപ്പർ ഫ്ലൂറസെൻസ് കാണാൻ പറ്റും. എന്നാൽ ലീക്കേജ് ഓഫ് ഡൈ സംഭവിക്കുമ്പോൾ അവിടെ ഹൈപ്പർ ഫ്ലൂറസെൻസ് ആണ് നടക്കുക, ഹൈപ്പർ ഫ്ലൂറസെൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടീഷൻ വിച്ച് പ്രൊഡ്യൂസ് വിഷ്വൽ ലോസ് വിത്ത് എ നോർമൽ ഫണ്ടസ്. ഓപ്ഷൻസ് എ ആംബ്ലിയോപ്പിയ, ബി റിട്രോബൾബാർ ന്യൂറൈറ്റിസ്, സി കയാസ്മൽ ട്യൂമർ, ഡി ഓൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ആണ്. ഈ കണ്ടീഷനുകളിലൊക്കെ ആംബ്ലിയോപ്പിയ, റിട്രോബൾബാർ ന്യൂറൈറ്റിസ്, കയാസ്മൽ ട്യൂമർ ഇവയിലൊക്കെ വിഷ്വൽ ലോസ് ഉണ്ടായിരിക്കും, പക്ഷേ ഫണ്ടസ് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻഡിൽ വാക്സ് സ്പോട്ട്സ് ആർ സീൻ ഇൻ റെറ്റിന. ഓപ്ഷൻസ് എ സൈഫിലിസ്, ബി സാർക്കോയിഡോസിസ്, സി ടോക്സോ കാരിയാസിസ്, ഡി ടോക്സോ പ്ലാസ്മോസിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സാർക്കോയിഡോസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ സ്ലീപ്പിംഗ് പ്യൂപ്പിൾ വിൽ. ഓപ്ഷൻസ് എ ഡയലേറ്റ്, ബി കൺസ്ട്രിക്റ്റ്, സി റിമൈൻസ് സെയിം, ഡി നൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കൺസ്ട്രിക്റ്റ് ആണ്. പ്യൂപ്പിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന, അതായത് മിയോസിസ് സംഭവിക്കുന്ന ബാക്കിയുള്ള കുറച്ച് കണ്ടീഷൻസും കൂടെ അറിഞ്ഞിരിക്കുക. എഫക്റ്റ് ഓഫ് ലോക്കൽ മയോട്ടിക്സ് ഡ്രഗ്സ്, പാരാസിമ്പതോ മിമിറ്റിക് ഡ്രഗ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റ് ഓഫ് ഒപ്പിയോയിഡ്സ് ലൈക്ക് മോർഫിൻ, ഹെറോയിൻ യൂസ്, അതുപോലെ ഐറിഡോസൈക്ലൈറ്റിസിൽ നാരോ ഇറഗുലർ നോൺ റിയാക്റ്റിംഗ് പ്യൂപ്പിൾ ആയിരിക്കും. ഹോണർ സിൻഡ്രം, ഹെഡ് ഇഞ്ചുറി, സെനൈൽ റിജിഡ് മയോട്ടിക് പ്യൂപ്പിൾ ഡ്യൂ ടു എഫക്റ്റ് ഓഫ് സ്ട്രോങ് ലൈറ്റ്. അപ്പോൾ ഈ കണ്ടീഷൻസിലൊക്കെ പ്യൂപ്പിൾ കൺസ്ട്രക്റ്റഡ് ആയിരിക്കും. സ്ലീപ്പ് ചെയ്യുമ്പോഴും കൺസ്ട്രക്റ്റഡ് ആയിരിക്കും. സ്ലീപ്പ് ചെയ്യുമ്പോഴുള്ള നമ്മളെ പ്യൂപ്പിളിനെ പിൻ പോയിൻറ്റ് പ്യൂപ്പിൾ എന്നാണ് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ സിമ്പതോ മിമിറ്റിക് ഡ്രഗ് അപ്ലൈഡ് ഓൺ ഐ പ്യൂപ്പിൾ വിൽ.
ഓപ്ഷൻസ് എ ഡയലേറ്റ്, ബി കൺസ്ട്രിക്റ്റ്, സി റിമൈൻ സെയിം, ഡി നൺ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഡയലേറ്റ് ആണ്. ഡയലേഷൻ അല്ലെങ്കിൽ മിഡ്രിയാസിസ് സംഭവിക്കുന്ന വേറെയുള്ള കുറച്ച് കേസുകളിലൂടെ അറിഞ്ഞിരിക്കുക. എഫക്റ്റ് ഓഫ് ടോപ്പിക്കൽ സിമ്പതോമിമെറ്റിക് ഡ്രഗ്സ്, അതായത് അഡ്രിനാലിൻ, ഫിനിലെഫ്രൈൻ പോലുള്ള ഡ്രഗ്സ്. അതുപോലെ എഫക്റ്റ് ഓഫ് ടോപ്പിക്കൽ പാരാസിമ്പതോലിറ്റിക് ഡ്രഗ്സ്, എക്സാമ്പിൾസ് അട്രോപ്പിൻ, ഹോമട്രോപ്പിൻ, ട്രോപ്പിക്കമൈഡ് ആൻഡ് സൈക്ലോപെൻഡോലേറ്റ്. അതുപോലെ അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമയിൽ വെർട്ടിക്കലി ഓവൽ ലാർജ് ഇമ്മൊബൈൽ പ്യൂപ്പിൾ ആയിരിക്കും. അബ്സല്യൂട്ട് ഗ്ലോക്കോമ, ഒപ്റ്റിക് അട്രോഫി, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഇൻറ്റേർണൽ ഓഫ്താൽമോപ്ലീജിയ, തേർഡ് നെർവ് പാരാലിസിസ്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോമോണിമസ് ഹെമിയാനോപ്പിയ ഈസ് ദി റിസൾട്ട് ഓഫ് എ ലീഷൻ ഇൻ ഓപ്ഷൻസ് എ ഒപ്റ്റിക് അയാസ്മ, ബി റെറ്റിന, സി ഒപ്റ്റിക് ട്രാക്ട്, ഡി ഒപ്റ്റിക് നെർവ്. ഹോമോണിമസ് ഹെമിയാനോപ്പിയ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഒപ്റ്റിക് ട്രാക്റ്റിലുള്ള ലീഷൻ സംഭവിക്കുമ്പോഴാണ് വരുന്നത്. ഇനി ഒപ്റ്റിക് അയാസ്മയിലാണ് ലീഷൻ സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ വരുന്ന ഹെമിയാനോപ്പിയ എന്ന് പറയുന്നത് ബൈടെമ്പറൽ ഹെമിയാനോപ്പിയാണ്. ബൈടെമ്പറൽ ഹെമിയാനോപ്പിയ എന്ന് പറയുന്നത് ഒപ്റ്റിക് അയാസ്മയിൽ ലീഷൻ വരുമ്പോഴാണ്. ഒപ്റ്റിക് ട്രാക്റ്റിൽ ലീഷൻ വരുമ്പോൾ വരുന്നത് ഹോമോണിമസ് ഹെമിയാനോപ്പിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിംഗ് സ്കോട്ടോമ ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ പാപ്പിലോ എഡിമ, ബി മാക്കുലർ എഡിമ, സി സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ, ഡി റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസയാണ്. അതിലാണ് നമുക്ക് റിംഗ് സ്കോട്ടോമ കാണാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെറ്റിനോബ്ലാസ്റ്റോമ ക്യാൻ പ്രസൻറ്റ് ഇറ്റ്സെൽഫ് ആസ് ഓപ്ഷൻസ് എ അമറോട്ടിക് കാറ്റ്സൈ, ബി ഹൈപ്പോപയോൺ വിത്ത് ഈസോട്രോപ്പിയ, സി എൻലാർജ്മെൻറ്റ് ഓഫ് ദ ഗ്ലോബ്, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ്. നമ്മുടെ റെറ്റിനോബ്ലാസ്റ്റോമയുടെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ വരുന്നവയാണ് ലൂക്കോകോറിയ, അതുപോലെ അമറോട്ടിക് കാറ്റ്സൈ, സ്ക്വിൻറ്റ്, നിസ്റ്റാഗ്മസ് ഇൻ ബൈലാറ്ററൽ കേസസ്, സെക്കൻഡറി ഗ്ലോക്കോമ ആൻഡ് ബഫ്താൽമോസ്, സ്യൂഡോ ഹൈപ്പോപയോൺ, ആൻറ്റീരിയർ ചാമ്പർ ഇൻഫ്ലമേഷൻ വിച്ച് മേ മിമിക് ആൻറ്റിരിയോയിറ്റിസ്, ഹൈഫെമ, പ്രോപ്റ്റോസിസ് വിച്ച് മേ മിമിക് ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്. ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് റെറ്റിനോബ്ലാസ്റ്റോമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാം. ഈ സിംറ്റംസിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ലൂക്കോകോറിയാണ്. 61% കേസുകളിലും നമുക്ക് ലൂക്കോകോറിയ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം, റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ഇൻട്രാഒക്കുലർ ട്യൂമർ ഓഫ് ചൈൽഡ്ഹുഡ് ആണ്. ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, retinal detachment may be associated with a refractive error. Options A high hypermetropia, B high myopia, C astigmatism, D none of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹൈ മയോപ്പിയ ആണ്. നമ്മൾ റിഫ്രാക്റ്റീവ് എററിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് മയോപ്പിയയുടെയൊക്കെ കോംപ്ലിക്കേഷനായിട്ട് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് ദാറ്റ് കോസ് റെറ്റിനോപ്പതി ഡ്യൂ ടു ലോങ് ടേം യൂസേജ്. ഓപ്ഷൻസ് എ ക്ലോറാംഫെനിക്കോൾ, ബി ക്ലോറോക്യൂൻ, സി ഫീനലെഫ്രൈൻ, ഡി കോർട്ടിക്കൽ സ്റ്റീറോയിഡ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ക്ലോറോക്യൂൻ ആണ്. ക്ലോറോക്യൂൻ പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെറ്റിനോപ്പതിക്കുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഒപ്റ്റിക് അട്രോഫി ഇൻ യങ് പേഷ്യൻസ് ഈസ് ഓപ്ഷൻസ് എ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ബി ടോക്സിക് ആംബ്ലിയോപ്പിയ, സി സ്റ്റിറോയിഡ് യൂസ്, ഡി ട്രോമ. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഒപ്റ്റിക് അട്രോഫി ഇൻ യങ് പേഷ്യൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീഷൻസ് ഇൻ ഒപ്റ്റിക് അയാസ്മ ഈസ് മോസ്റ്റ്ലി ഡ്യൂ ടു ഓപ്ഷൻസ് എ ബോണി എറോഷൻ, ബി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ട്യൂമേഴ്സ്, സി ക്രേനിയോ ഫാരിഞ്ചിയോമ, ഡി ട്രോമ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ട്യൂമേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്ലീറൽ ബക്ലിംഗ് ഈസ് ഡൺ ഇൻ ഓപ്ഷൻസ് എ ഡയബറ്റിക് റെറ്റിനോപ്പതി, ബി ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, സി റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഡി ആംഗിൾക്ലോഷർ ഗ്ലോക്കോമ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ ദ കോസസ് ഓഫ് എക്സുഡേറ്റീവ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ റെറ്റിനോപ്പതി ഓഫ് ടോക്സിമിയ ഓഫ് പ്രഗ്നൻസി, ബി റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി, സി എക്സുഡേറ്റീവ് റെറ്റിനോപ്പതി ഓഫ് കോഡ്സ്, ഡി സിമ്പതറ്റിക് ഓഫ്താൽമിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ROP അഥവാ റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി ആണ്. ബാക്കിയെല്ലാം എക്സുഡേറ്റീവ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കോസസ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് പറഞ്ഞിരുന്നു 3 ടൈപ്സ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. അവ എങ്ങനെയാണെന്നും ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞിരുന്നു. അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷിഫ്റ്റിംഗ് ഫ്ലൂയിഡ് ഈസ് പാത്തോനോമോണിക് ഓഫ് ഓപ്ഷൻസ് എ സോളിഡ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ബി റിഗ്മറ്റോജീനസ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, സി ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഡി കൊറോയിഡൽ ഡിറ്റാച്ച്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ എ സോളിഡ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. അതിനെ തന്നെയാണ് എക്സുഡേറ്റീവ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്നും പറയുന്നത്.
Next question. Which is not seen in retinitis pigmentosa? Options: A. Pale waxy optic disc, B. attenuated vessels, C. retinal hemorrhages, D. bone corpuscles. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി റെറ്റിനൽ ഹെമറേജസ് ആണ്. ബാക്കിയെല്ലാം റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇയർലിയസ്റ്റ് ചേഞ്ച് നോട്ടീസ്ഡ് ഇൻ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി ഈസ്. ഓപ്ഷൻസ്: എ. സോഫ്റ്റ് എക്സുഡേറ്റ്സ്, ബി. ആർട്ടീരിയോളാർ സ്പാസം, സി. വീനോസ്പാസം, ഡി. ഹാർഡ് എക്സുഡേറ്റ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആർട്ടീരിയോളാർ സ്പാസം ആണ്. ബാക്കിയെല്ലാം ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതിയുടെ സൈൻസ് ആണ്, ബട്ട് ഇയർലിയസ്റ്റ് ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോമൺസ്റ്റ് കോസ് ഓഫ് ലോസ് ഓഫ് വിഷൻ ഇൻ നോൺ പ്രോലിഫറേറ്റീവ് റെറ്റിനോപ്പതി ഈസ്. ഓപ്ഷൻസ്: എ. വിട്രിയസ് ഹെമറേജ്, ബി. മാക്കുലാർ എഡിമ, സി. ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് റെറ്റിന, ഡി. സബ് റെറ്റിനൽ ഹെമറേജ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മാക്കുലാർ എഡിമയാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലും കൂടെ ചോദിക്കാം. സഡൻ ലോസ് ഓഫ് വിഷൻ ഇൻ പേഷ്യൻ്റ് വിത്ത് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് നോൺ പ്രോലിഫറേറ്റീവ് എന്ന് എടുത്ത് പറയാതെ സഡൻ ലോസ് ഓഫ് വിഷൻ ഇൻ പേഷ്യൻ്റ് വിത്ത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വിട്രിയസ് ഹെമറേജ് ആണ്. രണ്ട് കേസുകളും തമ്മിൽ മാറിപ്പോകാണ്ടിരിക്കുക. ഇവിടെ കോമണസ്റ്റ് കോസ് ഓഫ് ലോസ് ഓഫ് വിഷൻ ഇൻ നോൺ പ്രോലിഫറേറ്റീവ് റെറ്റിനോപ്പതിയാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ മാക്കുലാർ എഡിമയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാൻറെറ്റിനൽ ഫോട്ടോകയാഗുലേഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ. ഓപ്ഷൻസ്: എ. മാക്കുലാർ എഡിമ, ബി. റെറ്റിനൽ ബ്രേക്സ്, സി. പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡി. ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഓഫ്താൽമിക് എമർജൻസി? ഓപ്ഷൻസ്: എ. മാക്കുലാർ ഹോൾ, ബി. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, സി. CRAO, ഡി. അക്യൂട്ട് പ്രൈമറി ആംഗിൾ ഗ്ലോക്കോമ. എൻ്റെ ആൻസർ ഓപ്ഷൻ എ മാക്കുലാർ ഹോൾ ആണ്. ബാക്കിയെല്ലാം എമർജൻസി കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി കോമൺ ഡിസീസ് ഓഫ് ഐ എന്ന ഈ ടോപ്പിക്കിൽ നിന്നും ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവുള്ളൂ. അതിൽ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും തീർക്കാൻ വേണ്ടി നോക്കാം. അത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് ഗ്ലോക്കോമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുകൂടെ കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയും കൂടെ നോക്കാം. കമ്മ്യൂണിറ്റിയിൽ കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്, പക്ഷേ എല്ലാത്തിനും കൂടെ ആകെ 10 മാർക്കേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നോക്കാം. ഹോൾ ടിക്കറ്റ് വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഹോൾ ടിക്കറ്റും അതുപോലെ ഒരു ബോൾ പോയിൻറ്റ് പെന്നും പിന്നെ നമ്മളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫും ഇത്രയേ വേണ്ടുള്ളൂ. പിന്നെ ഇലക്ട്രിക് ആയിട്ടുള്ള ഉപകരണങ്ങളോ വാച്ചോ ഫോണോ അങ്ങനത്തെയൊന്നും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ പാടില്ല. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ളൂ. മാക്സിമം എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. താങ്ക് യു.